2004 മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശന ക്രമക്കേടിലെ ഉദ്യോഗസ്ഥരെ കുറ്റവിമുക്തരാക്കിയ വിജിലൻസ് റിപ്പോർട്ട് തള്ളി കോടതി. തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടേതാണ് ഉത്തരവ്. പ്രവേശന നടപടികളിൽ വ്യാപക കൃത്രിമം കാട്ടി സർക്കാർ മെറിറ്റ് സീറ്റുകൾ അട്ടിമറിച്ചു എന്നതാണ് കേസ്. ഷീജയാണ് ചേരുന്നത്. ഷീജ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അക്ഷയ്, 2004 സർക്കാർ അംഗീകരിച്ച പ്രോസ്പെക്ടസിൽ തിരുത്തു വരുത്തിക്കൊണ്ട് ഇതിൽ അർഹരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട BSc നഴ്സിംഗ്, അതോടൊപ്പം തന്നെ B.Pharm, B.Tech തുടങ്ങിയ കോഴ്സുകളിൽ ഏകദേശം 3000-ഓളം മെറിറ്റ് സീറ്റുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ മെറിറ്റ് സീറ്റുകളിലേക്ക് പ്രവേശന പരീക്ഷ കമ്മീഷണറുടെ ഓഫീസിലുള്ള ഉദ്യോഗസ്ഥർ ഗൂഢാലോചന നടത്തി ഇത് ഈ മെറിറ്റ് സീറ്റുകൾ മറ്റു തരത്തിൽ നൽകി എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതി എന്ന് പറയുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൽ ഈ ഉദ്യോഗസ്ഥരാണ് ആരോപണ വിധേയരായിട്ടുണ്ടായിരുന്നത്. ഇതിൽ വലിയ തോതിലുള്ള അഴിമതി നടന്നു എന്നുള്ളതായിരുന്നു ഉയർന്ന ആരോപണം. അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ 2018 കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. ഇതിൽ ഈ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ട് എന്നുള്ളതാണ് ആദ്യം കണ്ടെത്തിയത്. പക്ഷേ വീണ്ടും ആദ്യം നൽകിയ റിപ്പോർട്ട് മരവിപ്പിക്കുന്നു. അതിനുശേഷം റിപ്പോർട്ട് നൽകുമ്പോൾ ഈ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയ ഉദ്യോഗസ്ഥർക്ക് ക്ലീൻ ചിറ്റ് നൽകുന്ന ഒരു നടപടിയാണ് വിജിലൻസിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. അതേ തുടർന്നാണ് ഇപ്പോൾ വീണ്ടും ഹൈക്കോടതിയുടെ ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് കോടതിയുടെ പരിഗണനയ്ക്ക് ഈ വിഷയം വീണ്ടും വന്നിരിക്കുന്നത്. അതിലാണ് ഇപ്പോൾ നിർണായകമായിട്ടുള്ള തീരുമാനം തിരുവനന്തപുരം വിജിലൻസ് കോടതി എടുത്തിരിക്കുന്നത്. അതായത് ഈ ഉദ്യോഗസ്ഥരെ കുറ്റവിമുക്തരാക്കിയ വിജിലൻസ് റിപ്പോർട്ട് അത് കോടതി തള്ളിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർക്കെതിരെ പ്രവേശന പരീക്ഷ കമ്മീഷണർ ഓഫീസിലെ ഉദ്യോഗസ്ഥർക്കെതിരെ കൃത്യമായ രീതിയിലുള്ള നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ കൂടിയാണ് വിചാരണ നേരിടണം പ്രതികൾ എന്നുള്ള കാര്യം തന്നെയാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. 2024 A.K. ആന്റണി സർക്കാരിന്റെ കാലത്താണ് ഈ വലിയ തോതിലുള്ള മെഡിക്കൽ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള ഈ ക്രമക്കേട് നടന്നിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം ആരംഭിച്ച കേസിലാണ് ഇപ്പോൾ നൽകിയ റിപ്പോർട്ട്, ഉദ്യോഗസ്ഥർക്ക് ക്ലീൻ ചിറ്റ് നൽകിയ റിപ്പോർട്ട് തള്ളിക്കൊണ്ട് നിലവിൽ ഇപ്പോൾ വിജിലൻസ് കോടതി തീരുമാനം വന്നിരിക്കുന്നത്. ശരി, ഷീജയാണ് വിവരങ്ങൾ നൽകിയത്.